ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ സിലബസിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്, രണ്ടാമത്തെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറും കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇതിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക എഴുതിയെടുത്ത് ഒന്ന് വായിക്കുക. ഓക്കെ, അത് മാത്രം വായിച്ചാൽ ഇത് വലിയ പാടുള്ള ഒരു ടോപ്പിക്ക് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇത് നോക്കാൻ പോകുന്നത്. ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, നമ്മുടെ AI വെച്ച് ഉണ്ടാക്കിയതാണ്. അതിലെന്തോ വാലൊക്കെയുള്ള എന്തൊക്കെ ജീവിയൊക്കെ ഉണ്ട്, അതാണ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ വൈൽഡ് ലൈഫ് 7 മാർക്കാണ് നമ്മുടെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളത്. അപ്പോൾ വൈൽഡ് ലൈഫ് ഡെഫിനിഷൻ അങ്ങനെ ടോട്ടൽ 7 മാർക്ക്. സിലബസിൻ്റെ ഒരു കോപ്പി ഞാനിവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വൈൽഡ് ലൈഫുമായിട്ട് ആ ഒരു സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോ വഴി കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് വന ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പക്ഷികൾ, മൃഗങ്ങൾ, പ്രാണികൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ ചെറുതും വലുതുമായ ജീവിവർഗങ്ങൾ ഉൾപ്പെടുന്നതാണ് വന്യജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ആവാസ വ്യവസ്ഥയിൽ പല ആവാസ വ്യവസ്ഥകളും ഉണ്ടാവാം. ആ ഒരു ആവാസ വ്യവസ്ഥയിൽ അവിടെ കാണപ്പെടുന്ന പക്ഷികളാകാം, മൃഗങ്ങളാകാം, പ്രാണികളാകാം, സൂക്ഷ്മജീവികളാകാം, അതേപോലെ തന്നെ ചെറുതും വലുതുമായ ജീവിവർഗങ്ങളാവാം. ഇവയെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്, വന്യജീവികൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ആ ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് മഹത്തായ പ്രകൃതി പൈതൃകമാണ് വന്യജീവി സമ്പത്തെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മഹത്തായ പ്രകൃതി നമ്മുടെ പശ്ചിമഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ടത് മനസ്സിലാവും. ഓക്കെ, അടുത്ത് പതിറ്റാണ്ടുകളായിട്ടുള്ള സംരക്ഷണത്തിൻ്റെയും പരിഗണനയുടെയും ഫലമാണ് ഈ മഹത്തായതും വൈവിധ്യപൂർണവുമായ ആവാസ വ്യവസ്ഥകളെന്ന് പറയുന്നത്. ഇതൊക്കെ പിന്നെ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുന്നതാണ്. അടുത്ത് എന്നാൽ കുറേ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, മനുഷ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുകയും വന്യജീവികളുടെ എണ്ണം കുറഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ചുമ്മാ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം പോകുന്നത് നല്ല പരിപാടിയല്ല. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അറിയാമെന്നുള്ളതാണല്ലോ. ഓക്കെ, എന്നാൽ കുറേ വർഷങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുകയും വന്യജീവികളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പ്രൊജക്റ്റ് എലിഫൻറ്റ്, പ്രൊജക്റ്റ് ടൈഗർ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ചില ജീവികൾ വംശനാശത്തിൻ്റെ വക്കിലുമാണ്. വന്യജീവി സമ്പത്ത് കുറയുവാനുള്ള ചില കാരണങ്ങളാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചില ജീവികൾ എന്താണ്, ഇപ്പോൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. അതേപോലെ തന്നെ വന്യജീവി സമ്പത്ത് കുറയുവാനുള്ള കുറച്ച് കാരണങ്ങളാണ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് പറയുന്നത് വ്യാവസായിക സാങ്കേതിക കുതിച്ചുചാട്ടത്തിൻ്റെ ഫലമായിട്ടുള്ള വൻതോതിലുള്ള വനവിഭവ ചൂഷണം. അപ്പോൾ വ്യാവസായികമായിട്ടും അതേപോലെ തന്നെ സാങ്കേതികമായിട്ടുമുള്ള ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, വൻതോതിലുള്ള വനവിഭവ ചൂഷണം. ഇപ്പോൾ വനവിഭവം പല രീതിയിൽ എന്ത് ചെയ്യുന്നു, വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സാങ്കേതികമായിട്ട് എന്ത് ചെയ്യുന്നു, വനവിഭവങ്ങൾ എന്ത് ചെയ്യുന്നു, ആൾക്കാർ ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലോ, അതെന്ത് ചെയ്യുന്നു, അത് ഇതിനൊരു കാരണമാണ്. അടുത്ത് കൃഷി, കെട്ടിട നിർമ്മാണം, റോഡ്, ഖനനം, അണക്കെട്ടുകൾ എന്നിവയ്ക്കായി കൂടുതൽ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അറിയാമല്ലോ, നമ്മളെ വനം ഏരിയയിലുള്ള മരങ്ങൾ എന്ത് ചെയ്യുന്നു, മുറിച്ചു മാറ്റുന്നു. അത് ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവോട് കൂടിയാവാം, ചിലപ്പോൾ അല്ലാതെയും നടക്കാം. അറിയാമല്ലോ. ഓക്കെ, കൃഷി, കെട്ടിട നിർമ്മാണം, കൃഷിക്കായിട്ട് അങ്ങനെ നമ്മുടെ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. കെട്ടിട നിർമ്മാണത്തിനായിട്ട് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. റോഡ് പണിക്കായിട്ട്, ഖനനം ചെയ്യുന്നതിനായിട്ട്, അതേപോലെ തന്നെ അണക്കെട്ടുകൾ, നമ്മുടെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ പണ്ടത്തെ ആ ഒരു പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ എന്താണ്, അവിടെ പണ്ട് ആ ഒരു വലിയൊരു കാടും ചെറിയ ഗ്രാമപ്രദേശങ്ങളുമായിരുന്നു. അപ്പോൾ ആ ഒരു അണക്കെട്ട് കെട്ടിയപ്പോൾ അതൊക്കെ അറിയാമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അണക്കെട്ടുകൾ എന്നിവയ്ക്കായിട്ട് കൂടുതൽ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഓക്കെ, അടുത്ത് പ്രാദേശികമായ മരം മുറിക്കലും ആഹാരത്തിനും ഇന്ധനത്തിനുമായുള്ള വർദ്ധിതമായ ചൂഷണവും കാടിനുമേൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പോൾ മരം മുറിക്കൽ അറിയാമല്ലോ, പല ആവശ്യങ്ങൾക്കായിട്ട് മരം മുറിക്കൽ, ആഹാരത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇന്ധനത്തിന് വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ കാടിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചൂഷണം ചെയ്യുന്നു. മനസ്സിലല്ല, അത്രയേ ഉള്ളൂ. അടുത്ത്
വളർത്തുമൃഗങ്ങളുടെ മേച്ചിൽ വന്യജീവി സമ്പത്തിനെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ വളർത്തു മൃഗങ്ങളുടെ മേച്ചിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ വളർത്തു മൃഗങ്ങൾ നമ്മുടെ കാട്ടുജീവികളുമായിട്ട് സംഘർഷങ്ങളിൽ ഏർപ്പെടാം. അങ്ങനെ മനുഷ്യരുമായിട്ട് എന്ത് ചെയ്യാം, സംഘർഷങ്ങളിൽ ഈ നമ്മുടെ മനുഷ്യന്മാരുടെ ആ ഒരു ജീവികളെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, മനുഷ്യന്മാരും കാട്ട് മൃഗങ്ങളുമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ ഉദാഹരണം നമ്മൾ ഈ പന്നികളെയൊക്കെ നമ്മൾ കൊന്ന് നമ്മുടെ ഗവൺമെൻറ് ഓർഡർ ഇറക്കി അറിയാലോ, അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത് വരേണ്യവർഗത്തിൻ്റെ വിനോദമായ വേട്ടയാടലിലൂടെ നൂറുകണക്കിന് വന്യജീവികളാണ് കൊല്ലപ്പെടുന്നത്. അറിയാമല്ലോ നമ്മുടെ വേട്ടയാടൽ, ഇപ്പം നമ്മുടെ പല രാജ്യങ്ങളിലും നമ്മുടെ ചില ജീവികളെയൊക്കെ വേട്ടയാടാൻ പറ്റും, ഇന്ത്യയിൽ അങ്ങനെ പറ്റില്ല, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നൂറുകണക്കിന് വന്യജീവികൾ കൊല്ലപ്പെടുന്നു. അടുത്തെന്താണ്, കാട്ടുതീ അറിയാമല്ലോ. കാട്ടുതീ വഴി പല നമ്മുടെ ഇന്ത്യയിലല്ല വേറെ പല രാജ്യങ്ങളിലും കാട്ടുതീ വഴി പല വന്യജീവികളും കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ നമ്മുടെ BBC-യിലൊക്കെ ന്യൂസിൽ ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത് പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര മുന്നേറ്റത്തിനും രാജ്യത്തെയും ലോകത്തെയും പൈതൃകങ്ങളുടെ അതിജീവനത്തിനും വന്യജീവി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരം, നമ്മൾ എക്കോ ടൂറിസം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എക്കോ ടൂറിസത്തിനും ഈ എക്കോ ടൂറിസത്തിൻ്റെ മുന്നേറ്റത്തിനും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പൈതൃകങ്ങളുടെ അതിജീവനത്തിനും വന്യജീവി സംരക്ഷണം എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. അടുത്ത വന്യജീവികൾ നേരിടുന്ന ഭീഷണികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വലിയ പാടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് അല്ല. ഇതിൽ നമ്മളിപ്പോൾ ഏത് ഒരു സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഏറ്റവും ഒരുവിധം നല്ല എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്. കാരണം എന്താണ്, നമ്മൾ PSC പഠിക്കുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ച് പഠിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും, നോർമൽ നമ്മളെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ പഠിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി മൂർച്ച കൂട്ടാനുള്ള പ്രക്രിയയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വന്യജീവികൾ നേരിടുന്ന ഭീഷണികൾ. അതിലൊന്നാമത് പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള ജനസംഖ്യാ വർധനവ് പ്രകൃതി വിഭവ ഉപഭോഗ നിരക്കിൽ വർധനയുണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു 100 ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ 100 ആൾക്കാരുടെ സ്ഥാനത്ത് 200 ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ജനസംഖ്യാ വർധന എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് വേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും, അത് വന്യജീവികൾക്ക് ഒരു ഭീഷണിയായിട്ട് വരും. മനസ്സിലായല്ലോ. അങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള ജനസംഖ്യാ വർധനവ് പ്രകൃതി വിഭവ ഉപഭോഗ നിരക്കിൽ, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു നിരക്കിൽ എന്ത് ചെയ്യുന്നു, വർധനവ് ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത്, ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിവർഗങ്ങളുടെയും അവയുടെ ആവാസ കേന്ദ്രങ്ങളുടെയും നാശത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അറിയാമല്ലോ, ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിവർഗങ്ങളുടെയും അവയുടെ ആവാസ കേന്ദ്രങ്ങളുടെയും നാശത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ കൂടുമ്പോൾ കാട് വെട്ടിത്തെളിച്ച് അവിടെ ഒരു ഗ്രാമപ്രദേശം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ വന്യമൃഗങ്ങളെ പല രീതിയിൽ ആഹാരത്തിനായിട്ട് വേട്ടയാടുന്നു. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് ഭൂമുഖത്തെ 50% ജീവികളും കാണപ്പെടുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളിലായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്വാഭാവിക ആവാസ കേന്ദ്രങ്ങളുടെ നാശം ജൈവമണ്ഡലത്തിനൊന്നാകെ തന്നെ ദുരന്തമാണ്. അപ്പോൾ നമ്മുടെ ഭൂമുഖത്തെ 50% ജീവികളും കാണപ്പെടുന്ന എവിടെയാണ്, ഉഷ്ണമേഖല മഴക്കാടുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളുടെ നാശം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു നാശം സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ജൈവമണ്ഡലത്തിനൊന്നാകെ എന്ത് ചെയ്യുന്നു, അത് ബാധിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. അടുത്ത് ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കാട്ടുതീ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ സസ്യജന്തുജാലങ്ങളുടെ നാശത്തിനും അതുമൂലം അതാതിടങ്ങളിലെ ജൈവ വൈവിധ്യ ശോഷണത്തിനും കാരണമാകുന്നു. അപ്പോൾ നമ്മുടെ ഭൂകമ്പങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ്. ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം, കാട്ടുതീ, വരൾച്ച തുടങ്ങിയ ഇതൊക്കെ എന്താണ്, ഇതൊരു പ്രകൃതി ക്ഷോഭങ്ങളാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സസ്യജന്തുജാലങ്ങളുടെ നാശത്തിന് കാരണമാകും. അതുമൂലം എന്ത് ചെയ്യുന്നു, ആ സ്ഥലങ്ങളിലെ ജൈവ വൈവിധ്യ ശോഷണത്തിനും എന്ത് ചെയ്യുന്നു, അത് കാരണം ആകുന്നു. ഓക്കെ, അടുത്ത്
കീടനാശിനികൾ, ഹൈഡ്രോ കാർബണുകൾ, വിഷലിപ്തമായ ഖനലോഹങ്ങൾ തുടങ്ങിയ മറ്റ് മലിനീകാരികളും ദുർബലവും ലോലവുമായ ജീവിവർഗങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ആ കീടനാശിനികൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലത്തെ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യുന്നു? അത് നശിക്കുന്നു. അതേപോലെ തന്നെ ഹൈഡ്രോ കാർബണുകൾ, വിഷലിപ്തമായ ഖനലോഹങ്ങൾ തുടങ്ങിയ ഈ മലിനീകാരികൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുമ്പോൾ ഈ മലിനീകാരികൾ ദുർബലമായ അല്ലെങ്കിൽ ലോലമായ ഇതൊക്കെ അവറ്റ് ചെയ്യുന്ന ചെറിയ ജീവിവർഗങ്ങൾ എന്ത് ചെയ്യുന്നു? അവ നശിപ്പിക്കുന്നു. ഓക്കെ, അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചില വീടുകളുടെ നമ്മുടെ ഈ കീടങ്ങളെല്ലാം നമ്മൾ ഈ ഒരു നമ്മുടെ പുല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഒരു തരം നമ്മുടെ കെമിക്കൽ സ്പ്രേ ചെയ്യുമല്ലോ, അത് ആ ഒരു പുല്ലിൽ ജീവിക്കുന്ന ആ ഒരു ജീവിവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യുന്നു? അത് ഇല്ലാതാക്കുന്നു. അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത്, ഒരു പ്രദേശത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ലാത്തതും എന്നാൽ മറ്റെവിടെ നിന്നോ എത്തിയതുമായ സസ്യ ജന്തുവർഗങ്ങളെയാണ് വൈദേശിക ജീവജാതി അല്ലെങ്കിൽ എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് പറയാം, നമ്മുടെ പായൽ എന്ന് പറയുമ്പോൾ എന്താണ്? പായലല്ല, നമ്മുടെ കായലിൽ പോകുമ്പോൾ കായലിൽ ഒരു തരം ഒരു വല്ലാത്തൊരു ചെടിയുണ്ടല്ലോ, ആ ചെടി ഇതിന് ഉദാഹരണങ്ങൾ നമുക്കിപ്പോൾ പഠിച്ചു പോകുന്ന വഴിക്ക് നമുക്കത് പഠിക്കാനുണ്ട്. ഓക്കെ, ആഫ്രിക്കൻ പായൽ, താഴെയുണ്ട് ആഫ്രിക്കൻ പായൽ, അതൊരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്തെ പിന്നെ ആഫ്രിക്കൻ പായൽ മാത്രമല്ല, നമ്മുടെ ഒരു മുഷി ഉണ്ടല്ലോ, മുഷി മീൻ, അതും നമ്മുടെ ആഫ്രിക്കൻ മുഷിയും അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളതല്ല, അത് പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത് അതെവിടെ എന്ത് ചെയ്യുന്നു? പെറ്റുപെരുകി അങ്ങനെ ഓടുന്നു. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രദേശത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ലാത്തത് എന്നാൽ മറ്റെവിടെ നിന്നോ എത്തിയതുമായ സസ്യ ജന്തുവർഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? വൈദേശിക ജീവജാതി എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വന്നത് എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അടുത്ത്, പ്രാദേശിക ആവാസ വ്യവസ്ഥകളിലേക്ക് ഇത്തരത്തിലെത്തുന്ന വർഗങ്ങൾ പലപ്പോഴും അതാതിടങ്ങളിലെ തനതു ജൈവ സമൂഹങ്ങളുടെ കനത്ത നാശത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പുറത്തുനിന്ന് വരുന്നവരെന്ത് ചെയ്യുന്നു? ഇവരെ ആ ഒരു വർഗ്ഗങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഏരിയയിലാണ് അവ വരുന്നതെങ്കിൽ ആ ഒരു സ്ഥലത്തെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ജൈവ സമൂഹങ്ങളുടെ നാശത്തിന് എന്ത് ചെയ്യുന്നു? ഈ പുറത്തുനിന്ന് വരുന്നവരെന്ത് ചെയ്യുന്നു? കാരണം ആകുന്നു. ഉദാഹരണം പറയുന്നത് ആഫ്രിക്കൻ പായലാണ്. വാട്ടർ ഹയാസിന്ത് നമ്മുടെ ജലാശയങ്ങളിൽ വ്യാപിച്ചത് കായലുകളുടെ അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത് കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ആ ഒരു കായലിൻ്റെ അടിയിലുള്ള ആവാസ വ്യവസ്ഥ, മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും എന്ത് ചെയ്യും? അത് ബാധിക്കും. ഓക്കെയാണല്ലോ, ആഫ്രിക്കൻ പായൽ അതിനൊരു ഉദാഹരണമാണ്. അടുത്ത്, ഇത് നിരവധി സൂക്ഷ്മജീവികളെയും അവയെ ആശ്രയിക്കുന്ന മറ്റു ജീവിവർഗങ്ങളെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത്, കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായിട്ട് കടുവ, ആന, കാണ്ടാമൃഗം, മുതല, മിങ്ക് എന്ന് പറയുമ്പോൾ ഒരിനം നീർനായയാണ്, നിരവധിയായ പക്ഷികൾ, ഇവയൊക്കെയും വൻതോതിലാണ് നിർദ്ദയം കൊന്നെടുക്കപ്പെടുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലല്ല, വേറെ പല രാജ്യങ്ങളിലായിട്ട് എന്താണ്? കടുവ, ആന, കാണ്ടാമൃഗം, മുതല, മിങ്ക്, നിരവധിയായ പക്ഷികൾ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? വൻതോതിൽ നിർദ്ദയം കൊന്നെടുക്കപ്പെടുന്നു. അടുത്ത്, കൊമ്പ്, തുകൽ, നഖങ്ങൾ, തൂവൽ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്രൂരതകളൊക്കെയും പല ജീവിവർഗങ്ങളെയും വംശനാശ ഭീഷണിയിലേക്ക് തള്ളിവിടുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ, കൊമ്പ്, നമ്മുടെ ആന കൊമ്പെടുക്കാൻ വേണ്ടിയിട്ട്, പുലിയുടെ തുകലെടുക്കാൻ വേണ്ടിയിട്ട്, പുലി നഖങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷികളുടെ തൂവലെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെയൊക്കെ കൊന്ന് ഒടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ കൊന്നെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൊന്നെടുക്കുമ്പോൾ പല ജീവിവർഗങ്ങളെയും വംശനാശ ഭീഷണിയിൽ എന്ത് ചെയ്യും? ഇത് എത്തിക്കും. അങ്ങനെയാണ് പല ജീവിവർഗങ്ങളും എന്ത് ചെയ്തത്? വംശനാശത്തിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ആ ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് നടന്നുകൊണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷേ അന്നാണ് കൂടുതൽ. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് വന്യജീവി വ്യാപാരം. അറിയാമല്ലോ, വൈൽഡ് ലൈഫ് ട്രേഡ്, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് ജീവനുള്ളതോ അല്ലാത്തതോ ആയ സസ്യങ്ങളും മൃഗങ്ങളും
അവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ശേഖരിച്ച് വിൽക്കുക എന്നതാണ് വന്യജീവി വ്യാപാരമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വന്യജീവികളെ കടത്തുക, അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്നൊക്കെ പല ജീവികളെയും പിടിക്കുക, അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ വന്യജീവികളുടെ വ്യാപാരം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോലീസൊക്കെ പിടിക്കുന്ന ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല വന്യജീവി വ്യാപാരം എന്ന് പറയുന്നത്. വേറെന്തൊക്കെയാണ്? ജീവനുള്ളതാകാം, ജീവനുള്ള ജീവിയാകാം, അല്ലാത്ത ജീവിയാകാം, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ വന്യജീവിയാവാം, അതേപോലെയുള്ള സസ്യങ്ങളാവാം, മൃഗങ്ങളും അവയിൽ നിന്ന്, ഈ സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും എന്താണ്? അതും വന്യജീവി വ്യാപാരത്തിൻ്റെ പരിധിയിലാണ് പെടുന്നത്. അപ്പോൾ എന്താണ്? ജീവനുള്ള മൃഗങ്ങൾ, ജീവനില്ലാത്ത മൃഗങ്ങൾ, സസ്യങ്ങൾ, അതേപോലെ തന്നെ ഈ മൃഗങ്ങളും ഈ മൃഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ, ഇതും ശേഖരിച്ച് വിൽക്കുന്നത് എന്താണ്? അതിനെയും വന്യജീവി വ്യാപാരം, വൈൽഡ് ലൈഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്യജീവിക്കടത്ത്, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ വലിയ നിയമവിരുദ്ധ കുറ്റമാണ് വന്യജീവി വ്യാപാരമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പുലിയുടെ നഖം, അതേപോലെ തന്നെ ആനക്കൊമ്പൊക്കെ ഇങ്ങനെ കടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാപാരം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതും വന്യജീവി വ്യാപാരത്തിൽ വരുന്നു. കാരണം ആനയുടെ കൊമ്പാണല്ലോ, അതും വന്യജീവി വ്യാപാരം എന്ന് പറയുന്ന കുറ്റകൃത്യത്തിലാണ് പെടുന്നത്. അപ്പോൾ നമ്മുടെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അമേരിക്ക എന്താണ്? അമേരിക്ക പറയുന്നത് വന്യജീവി കടത്ത്, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ വലിയ നിയമവിരുദ്ധ കുറ്റമാണെന്ത്? നമ്മുടെ വന്യജീവി വ്യാപാരമെന്ന് അമേരിക്കയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് വന്യജീവികളെ അനധികൃതമായി വേട്ടയാടുന്നതും അവയെ നശിപ്പിക്കുന്നതും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാക്കുന്നു. അപ്പോൾ വന്യജീവികളെ അനധികൃതമായിട്ട് വേട്ടയാടുന്നതും അതേപോലെ തന്നെ അവയെ നശിപ്പിക്കുന്നതും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അടുത്ത് കൊത്തിയെടുക്കുന്ന അലങ്കാര വസ്തുക്കൾ പോലുള്ള സൗന്ദര്യാത്മക ഉപയോഗത്തിന് ഏഷ്യയിലെയും ലോകമെമ്പാടുമുള്ള പുരാവസ്തു വ്യാപാരികളിലെയും ആനക്കൊമ്പിനുള്ള ആവശ്യം ആനകളുടെ അംഗസംഖ്യ ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമാകുന്നു. മനസ്സിലായല്ലോ? ആനക്കൊമ്പ് കൊണ്ട് പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് അന്നത്തുള്ള സമയത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആനകളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൂടിയ തോതിൽ ആനകളെ കൊല്ലാനുള്ള ആ ഒരു പ്രവണത കൂടി വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആനകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ആനകളെപ്പോലെ തന്നെ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നവയാണ് കാണ്ടാമൃഗം, കസ്തൂരിമാൻ, ഈനാമ്പേച്ചികൾ എന്നിവ. അപ്പോൾ ആനക്കൊമ്പാണ് ആനയിലെ മെയിനായിട്ട് എടുക്കുന്നത്, അറിയാമല്ലോ, നമ്മൾ ന്യൂസിലെ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പാണെന്ന് തോന്നുന്നു. അടുത്തത് കസ്തൂരി, അതേപോലെ തന്നെ ഈനാമ്പേച്ചികൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ വേട്ടയാടപ്പെടുന്ന ജീവികളാണ്. ഓക്കെ, അടുത്ത് ഔഷധ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പുകളാണ്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പുകൾക്ക് വളരെയധികം ഔഷധ ശക്തിയുണ്ട്, വളരെ വിലയേറിയ വസ്തുക്കളിൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഈ കാണ്ടാമൃഗത്തിനെ എന്ത് ചെയ്യുന്നു? കൊന്ന് അതിൻ്റെ കൊമ്പ് എടുക്കുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെയൊക്കെ എണ്ണം കുറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ആയിട്ടുണ്ട്. അടുത്ത് വിവിധ തരത്തിലുള്ള ദേശീയ അന്തർദേശീയ ഏജൻസികൾ അന്താരാഷ്ട്ര വന്യജീവിക്കടത്ത് കൈകാര്യം ചെയ്യുന്നതിനായി രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വിവിധ തരത്തിലുള്ള ദേശീയമായാലും അന്തർദേശീയമായാലും നമ്മുടെ ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്? ഏജൻസികൾ അന്താരാഷ്ട്ര വന്യജീവിക്കടത്ത് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രൂപം കൊണ്ടിട്ടുണ്ട്. ഇവ കടത്തുകാരിൽ നിന്ന് പിടിച്ചെടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ പരിപാലിക്കാനും പുനരധിവസിപ്പിക്കാനും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പോൾ ഈ ഏജൻസികളുടെ മെയിൻ ധർമ്മം എന്താണ്? ഈ കടത്തുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ എന്ത് ചെയ്യുന്നു? ഈ ഏജൻസികൾ പരിപാലിക്കുന്നു. അതേപോലെ തന്നെ ആ ജീവികളെ എന്ത് ചെയ്യുന്നു? ഈ ഏജൻസികൾ പുനരധിവസിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇത്രയാണ് പറഞ്ഞത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ ഏജൻസികൾ, കുറച്ച് ഏജൻസികളുണ്ട്, അതിന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് ആൻഡ് ട്രാഫിക്, ഈ സൈറ്റ്സിനെ നമുക്ക് പഠിക്കണം, ട്രാഫിക്കും എന്താണെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മുടെ സിലബസിലുള്ളതാണ് സൈറ്റ്സ് ആൻഡ് ട്രാഫിക്. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്? എന്താണ് സൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സൈറ്റ്സ്? വംശനാശ ഭീഷണി നേരിടുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച ഉടമ്പടിയാണ് ഈ ഒരു സൈറ്റ്സ് എന്ന് പറയുന്നത്.
1973 ഇത് വന്നത്. അപ്പോൾ എന്താണ് സൈറ്റ്സ്? വംശനാശ ഭീഷണി നേരിടുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച ഉടമ്പടിയാണ് നമ്മുടെ സൈറ്റ്സ് എന്ന് പറയുന്നത്. 1973 വന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് സൈറ്റ്സിൻ്റെ പൂർണ്ണ രൂപം: കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീസീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫൗന. അപ്പോൾ സൈറ്റ്സിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫൗന. ഇതാണ് സൈറ്റ്സിൻ്റെ പൂർണ്ണ രൂപമെന്ന് പറയുന്നത്. അടുത്ത് സൈറ്റ്സ് 1973 പ്രമേയത്തിൻ്റെ ഫലമായാണ് കരട് തയ്യാറാക്കി. അപ്പോൾ സൈറ്റ്സിൻ്റെ കരട് എപ്പോൾ തയ്യാറാക്കി? 1973 പ്രമേയത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? സൈറ്റ്സിൻ്റെ കരട് തയ്യാറാക്കി. ഓക്കെ. 1975 ജൂലൈ 1 എന്ത് ചെയ്തു? ഈ ഒരു സൈറ്റ്സ് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ 1973 കരട് തയ്യാറാക്കി. 1975 എന്ത് ചെയ്തു? 75 ജൂലൈ 1 സൈറ്റ്സ് എന്ത് ചെയ്തു? പ്രാബല്യത്തിൽ വന്നു. ഈ സൈറ്റ്സും അടുത്ത് പറയാൻ പോകുന്ന നമ്മുടെ ട്രാഫിക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് പറയുന്ന വീഡിയോ പറയാം. ഓക്കെ. 80 രാജ്യങ്ങളുടെ പ്രതിനിധികൾ വാഷിംഗ്ടൺ DC-യിൽ ചേർന്ന യോഗത്തിൽ സൈറ്റ്സിന് അംഗീകാരം നൽകി. അംഗീകാരം നൽകി 1973 മാർച്ച് 3 അംഗീകാരം നൽകിയത്. അപ്പോൾ 80 രാജ്യങ്ങളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു? വാഷിംഗ്ടൺ DC-യിൽ ഒരു യോഗം ചേർന്നു. അവിടെ വെച്ച് എന്ത് ചെയ്തു? സൈറ്റ്സിന് അംഗീകാരം നൽകി. അംഗീകാരം നൽകി 1973 മാർച്ച് 3 അംഗീകാരം നൽകി. അപ്പോൾ സൈറ്റ്സ് എന്ന് വന്നു? 1973 അംഗീകാരം നൽകി. 1975 ജൂലൈ 1 എന്ത് ചെയ്തു? സൈറ്റ്സ് നിലവിൽ വന്നു. അടുത്ത് സൈറ്റ്സ് ഉടമ്പടി ലഭ്യമാകുന്ന ഭാഷകൾ. അപ്പോൾ സൈറ്റ്സ് ഉടമ്പടി ചില ഭാഷകളിലാണ് ലഭ്യമാകുന്നത്. ഏതൊക്കെ ഭാഷകളിലാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ചൈനീസ്, റഷ്യൻ. അപ്പോൾ സൈറ്റ്സ് ഉടമ്പടി ലഭ്യമാകുന്ന ഭാഷകൾ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ചൈനീസ്, റഷ്യൻ. ഇന്ത്യ സൈറ്റ്സിൽ അംഗമായത് 1976. അപ്പോൾ ഇന്ത്യ എപ്പോൾ സൈറ്റ്സിൽ അംഗമായി? 1976 നമ്മുടെ ഇന്ത്യ സൈറ്റ്സിൽ അംഗമായത്. സൈറ്റ്സിൻ്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഭരിക്കുന്നത് UNEP ആണ്. അപ്പോൾ സൈറ്റ്സിൻ്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ജനീവ സ്വിറ്റ്സർലൻഡിലാണ് നമ്മുടെ സൈറ്റ്സിൻ്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് കൺവെൻഷൻ്റെ പരമോന്നത തീരുമാനമെടുക്കുന്ന സമിതിയാണ് COP എന്ന് പറയും. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ്റെ പരമോന്നത തീരുമാനമെടുക്കുന്ന സമിതി ഏതാണ്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്, COP. നമ്മുടെ അവസാനത്തെ COP എന്ന് പറയുന്നത് 25ാമത്തെ. അത് തെറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് COP ഇതല്ല. ഓക്കെ. അടുത്ത് സ്പെയിനിൻ്റെ തലസ്ഥാനമായ, അതും തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ നടന്നത് മൂന്നാമത്തെ COP ആണ്. 1981 ഇന്ത്യയിൽ ആദ്യമായിട്ട് COP നടന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് COP നടന്നത് മൂന്നാമത്തേതാണ്. 1981 ഇന്ത്യയിൽ നമ്മുടെ മൂന്നാമത്തെ COP നടന്നത് എന്നാണ്. 1981 ആദ്യമായിട്ട് ഇന്ത്യയിൽ നടന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ട്രാഫിക്കാണ്. ട്രാഫിക് വൈൽഡ് ലൈഫ് ട്രേഡ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് എന്നാണ് ട്രാഫിക്കിനെ അറിയപ്പെടുന്നത്. എന്താണ്? വൈൽഡ് ലൈഫ് ട്രേഡ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്. ഇങ്ങനെയാണ് ട്രാഫിക്കിനെ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അതിൽ പറയുന്നത് വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്നത് ഒരു സർക്കാരിതര സംഘടനയാണ്. അപ്പോൾ വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിതര സംഘടനയാണെന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്നത്. അടുത്ത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെയും നമ്മുടെ WWF ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ IUCNൻ്റെയും സംയുക്തമായി എന്ത് ചെയ്യുന്നു? ഇവരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ WWFും IUCNും എന്ത് ചെയ്യുന്നു? IUCNും സംയുക്തമായിട്ടാണ് ഈ ഒരു ട്രാഫിക് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ WWFും IUCNും എന്ത് ചെയ്യുന്നു? സംയുക്തമായിട്ട് ഈ ഒരു ട്രാഫിക് നടത്തുന്നു. ട്രാഫിക് എന്ന് പറയുന്നത് ഒരു സർക്കാരിതര സംഘടനയാണ്. ഓക്കെ. അടുത്ത്
നമ്മുടെ ട്രാഫിക് സ്ഥാപിതമായതെന്നാണ് 1976 നമ്മുടെ ട്രാഫിക് സ്ഥാപിതമായത്. അപ്പോൾ ട്രാഫിക് സ്ഥാപിതമായത് 1976. അപ്പോൾ ട്രാഫിക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? UK കേംബ്രിഡ്ജിലാണ് നമ്മുടെ ട്രാഫിക്കിൻ്റെ ആസ്ഥാനം. അപ്പോൾ ട്രാഫിക്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേംബ്രിഡ്ജാണ്. എവിടെയാണ്? UK ട്രാഫിക്കിൻ്റെ ആസ്ഥാനം നമ്മുടെ UK കേംബ്രിഡ്ജാണ്. ഓക്കെ, 1976 ട്രാഫിക്ക് വന്നു. UK കേംബ്രിഡ്ജിലാണ് ആസ്ഥാനം. സർക്കാരിതര സംഘടനയാണ് ട്രാഫിക്ക്. WWFും IUCNുമാണ് ഇതെന്ത് ചെയ്യുന്നത്? നോക്കി നടത്തുന്നത്. ഓക്കെ, അടുത്ത് വന്യമൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ട്രേഡ് പ്രകൃതി സംരക്ഷണത്തിന് ഭീഷണിയല്ലെന്ന് ഉറപ്പാക്കുകയാണ് ട്രാഫിക്കിൻ്റെ ദൗത്യം. അപ്പോൾ നമ്മുടെ വന്യമൃഗങ്ങളുടെയും അതേപോലെ തന്നെ സസ്യങ്ങളുടെയും ട്രേഡ് അത് പ്രകൃതി സംരക്ഷണത്തിന് ഭീഷണിയല്ല എന്ന് ഉറപ്പാക്കുന്നതാരാണ്? നമ്മുടെ ട്രാഫിക്കാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ വന്യമൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ട്രേഡ് പ്രകൃതി സംരക്ഷണത്തിന് ഭീഷണിയല്ല എന്ന് ഉറപ്പാക്കുകയാണ് ട്രാഫിക്കിൻ്റെ ദൗത്യം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഓക്കെ ആണല്ലോ, വന്യജീവി സംരക്ഷണം, അതായത് നമ്മുടെ ഇൻസിറ്റീവ് എക്സിറ്റീവ് കൺസർവേഷനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് അടുത്ത് നോക്കേണ്ട ടോപ്പിക്കാണ് വന്യജീവി സംരക്ഷണം. അതിൽ നമുക്ക് നോക്കേണ്ടത് ഇൻസിറ്റീവ് എക്സിറ്റീവ് കൺസർവേഷനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് വന്യജീവി സംരക്ഷണം. അപ്പോൾ ഈ ഒരു വന്യജീവി സംരക്ഷണത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള 2 വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ഇൻസിറ്റീവ് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷനും. അപ്പോൾ എന്താണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്നും എക്സിറ്റീവ് കൺസർവേഷൻ എന്നും നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, വന്യജീവി സംരക്ഷണം 2 വിധത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്നും രണ്ടാമത്തേത് എക്സിറ്റീവ് കൺസർവേഷൻ എന്നും. ഏതൊക്കെയാണ്? ഒന്ന് ഇൻസിറ്റീവും രണ്ടാമത്തേത് എക്സിറ്റീവും. ഓക്കെ, അതിൽ നമുക്ക് ഒന്നാമത്തേത് നോക്കേണ്ടത് ഇൻസിറ്റീവ് കൺസർവേഷൻ. അപ്പോൾ ഒരു ഫോട്ടോ തൊട്ട് താഴെ നമ്മുടെ ആനകൾ കൂട്ടമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കി വച്ചേക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻസിറ്റീവ് കൺസർവേഷൻ ഉദാഹരണങ്ങളായിട്ടൊക്കെ നമുക്ക് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ ഓർമ്മിച്ച് വച്ചിരുന്നാൽ മതി. ഈ ഒരു ഫോട്ടോ കണ്ടല്ലോ? കണ്ടു. അപ്പോൾ ഇത് ഒരു ഇൻസിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയെയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആനക്കൂട്ടങ്ങളെ കാണുക. ആനക്കൂട്ടങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വച്ച് തന്നെ അവയെ സംരക്ഷിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സൂ പോലെയുള്ള കാര്യങ്ങളിലല്ലാതെ അവരുടെ ആവാസ വ്യവസ്ഥ എവിടെയാണോ, കാടുകളിലാണെങ്കിൽ അവിടെ സംരക്ഷിക്കുന്ന രീതിയാണെന്ത്? അതിന് നമ്മൾ ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ. അതിന് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചേരുംപടിയായിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. PSCയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കി വച്ചേക്കുക. അപ്പോൾ ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഒരു ജീവിയെ സംരക്ഷിക്കുന്നത് അതിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണെങ്കിൽ. ഇപ്പോൾ നമ്മളെ ചികിത്സിക്കുന്നത്, ഇപ്പോൾ എന്നെ ചികിത്സിക്കുന്നത് ഞാൻ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വച്ച് തന്നെയാണെങ്കിൽ അതിനെ ഇൻസിറ്റീവ് കൺസർവേഷൻ എന്നും, എന്നെ കെട്ടിയടച്ച ഒരു മുറിയിൽ എന്ന് പറയുമ്പോൾ എന്നെ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അതിന് എക്സിറ്റീവ് കൺസർവേഷൻ എന്നും പറയും. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ഉദാഹരണം പറയുന്നത് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഇൻസിറ്റീവ് കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇൻസിറ്റീവ് കൺസർവേഷൻ ഉദാഹരണങ്ങൾ എഴുതി വച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ചിലർ വിചാരിക്കും ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ എന്താണ്, ഇത് നിങ്ങൾക്ക് എക്സാമിന് തിരിഞ്ഞു പോകും. ഓക്കെ, അടുത്ത പോയിന്റ്, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ്. അപ്പോൾ നമ്മുടെ പൊതുജനങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? അതിനെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് PSCയിൽ മുമ്പും. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. അപ്പോൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? നമ്മുടെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. അടുത്ത പോയിന്റ്,
മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് നമ്മൾ കാവുകളെന്ന് പറയുന്നത്. അറിയാലോ, കാവുകൾ അറിയാലോ. അപ്പോൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് എന്ന് പറയുന്നത് കാവുകളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അതും ഒരു ജൈവ വൈവിധ്യ മേഖലയാണ്. അടുത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് എക്സിറ്റ്യൂ കൺസർവേഷൻ. ഈ ഒരു ഫോട്ടോ നോക്കി വെച്ചിരിക്കുക, നമ്മുടെ പോളാർ ബിയർ ആണ്. പോളാർ ബിയർ എന്താണ്, ഈ ഒരു ഫോട്ടോ നോക്കി വെച്ചിരിക്കുക, അതാണ് നമ്മുടെ എക്സിറ്റ്യൂ കൺസർവേഷൻ്റെ ഒരു പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സിറ്റ്യൂ കൺസർവേഷൻ എന്ന് നോക്കാം. നമ്മൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ പറഞ്ഞു, അതിൻ്റെ ഓപ്പോസിറ്റ് അറിയാലോ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി, അതിനെ നമുക്ക് എക്സിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയാം. ഉദാഹരണം എന്തൊക്കെയാണ്? സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. അപ്പോൾ നമ്മുടെ ജീവജാലങ്ങളുടെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയെ നമ്മൾ എക്സിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നു. ഞാൻ ഉദാഹരണ സഹിതം മുമ്പ് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് എന്താണ്? സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. അടുത്ത്, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ജന്തുക്കളെ എടുത്തിട്ട് പരിപാലിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല. നമുക്കെന്താണ്, നമുക്ക് ഏത് ജീവിയാണോ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളത് അതിൻ്റെ വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന് ഉദാഹരണം എന്താണ്? നമ്മുടെ സുവോളജിക്കൽ പാർക്കുകളാണ്. മനസ്സിലായല്ലോ. അടുത്ത്, വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. അപ്പോൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണെന്ത്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. അപ്പോൾ അടുത്ത പോയിന്റ്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്തെ പാലോട് സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായല്ലോ. തിരുവനന്തപുരം തെങ്കാശി റൂട്ട് പോകുമ്പോൾ അവിടെ പാലോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എന്താണ്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശി പോവുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു വളവിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിനു വേണ്ടി വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുവാനുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ജീൻ ബാങ്കിൽ എന്തൊക്കെ കാണും? നമ്മുടെ വിത്തുകൾ കാണും, പലതരത്തിലുള്ള വിത്തുകൾ കാണും, ബീജങ്ങളും കാണും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ശേഖരിച്ച് വയ്ക്കുവാനും ദീർഘകാലത്തേക്ക് വളരെ -ഡിഗ്രിയിലേക്ക് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? സംരക്ഷിച്ച് വച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്തെ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ജീൻ ബാങ്കുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സിറ്റ്യൂ കൺസർവേഷനെ കുറിച്ച് പറയാൻ ഉണ്ടായിരുന്നത്. മനസ്സിലായിരുന്നു കാരണം സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അടുത്ത്, ഇന്ത്യയിലെയും കേരളത്തിലെയും സംരക്ഷിത പ്രദേശങ്ങൾ. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും സംരക്ഷിത പ്രദേശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ കേരളവും കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 എണ്ണമാണ്. അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? നമ്മുടെ ഇടുക്കിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. അപ്പോൾ ഒന്നാമത്തെ വന്യജീവി സങ്കേതമൊക്കെ നമ്മൾ PSCയിൽ വായിച്ചിട്ടുള്ള അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കിയാൽ മതി. പെരിയാർ വന്യജീവി സങ്കേതമാണ് അത് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 777 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത്, പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. അപ്പോൾ
പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതവും ഏതാണ്? നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. അടുത്ത് ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതമാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ്. അപ്പോൾ ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ 10ാമത്തെ കടുവാ കടുവാ സങ്കേതമെന്ന് പറയുന്നത്. ഓക്കെ, 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആയിരുന്നു. അപ്പോൾ ആ ഒരു നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരാണ്? നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ്. 1934 അപ്പോൾ 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി വന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് മാറി. അപ്പോൾ 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ്. അടുത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ആരാണ്? SCH റോബിൻസൺ ആണ്. അപ്പോൾ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? SCH റോബിൻസൺ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്ക് വലിയ പാടുള്ള ടോപ്പിക്കല്ല. പല ആൾക്കാരും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ ചേർത്തിട്ടുണ്ട്. വലിയ പാടുള്ള ടോപ്പിക്കല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? വരാം. ഓക്കെ, അപ്പോൾ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ആരാണ്? SCH റോബിൻസൺ ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് വന്യജീവി സങ്കേതങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും നമ്മൾ നോക്കിയിട്ടുള്ളതാണ്, PSCയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്താണ്, ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ഫോറസ്റ്റ് വരുമ്പോൾ അത് കുറച്ചും കൂടി ചെയ്യണം, കുറച്ചും കൂടി തെറ്റാതെ കറക്റ്റായിട്ട് പഠിച്ച് വച്ചേക്കണം. അതിലൊന്നാമത്തേത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. 1958 വന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം 1958 വന്നത്. അടുത്ത പേപ്പാറ വന്യജീവി സങ്കേതവും തിരുവനന്തപുരത്താണ്, 1983. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. നിങ്ങൾക്കറിയാം ചെന്തുരുണി എന്ന് പറയുന്ന ഗ്ലൂട്ട ട്രാവൻകൂറിക്ക, നമുക്കത് പഠിക്കാനുണ്ട്, അപ്പോൾ നമുക്കത് പറയാം. ഓക്കെ, അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. 1984 വന്നത്. അടുത്ത പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്, 1950 വന്നത്. അടുത്ത ഇടുക്കിയിലെ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ പാമ്പാറുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു പേരാണ്, അറിയാമല്ലോ, ചിന്നാറും പാമ്പാറും എന്താണ്? ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ചിന്നാർ 1984 ഇടുക്കിയിലാണ് വന്നത്. ഇടുക്കി വന്നത് 1976 ഇടുക്കിയിലാണ്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 വന്നു, അതും ഇടുക്കിയിലാണ്. അടുത്ത് നമ്മുടെ തട്ടേക്കാട് 1983. തട്ടേക്കാട് എവിടെയാണ്? എറണാകുളത്താണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം. മംഗളവനം വന്യജീവി സങ്കേതം 2004 എറണാകുളത്താണ്. ഇതൊക്കെ നമുക്കടുത്ത് പഠിക്കാണ്ട്, ഇപ്പോഴേ പറഞ്ഞ് അതെന്ത് ചെയ്യുന്നില്ല, അലമ്പാക്കുന്നില്ല. ഓക്കെ, അടുത്ത് ചിമ്മിനി വന്യജീവി സങ്കേതം എവിടെയാണ്? 1984 വന്നു, തൃശ്ശൂരാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം അത് തൃശ്ശൂരിലാണ്, 1958 വന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 പാലക്കാടാണ് വന്നത്. ചൂളന്നൂർ വന്യജീവി സങ്കേതം അത് 2007 വന്നു, എവിടെയാണ്? പാലക്കാടാണ്. അടുത്ത് മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോടാണ് വന്നത്, 2010. അത് കഴിഞ്ഞ് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം അത് വയനാടാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ എന്താണ് പ്രശസ്തം? നമ്മുടെ ആനയാണ് ഇവിടെ പരിപാലിക്കുന്നത്. 1973 അതും വന്നത്. അടുത്ത കണ്ണൂരിലെ ആറളം വന്യജീവി സങ്കേതമാണ്, 1984. അടുത്ത കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂരിലാണ്, 2011. അത് കഴിഞ്ഞ് നമ്മുടെ 2020 വന്ന നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്, ലാസ്റ്റ് വന്നതാണ്. അപ്പോൾ 18ാമത്തെ വന്യജീവി സങ്കേതം എവിടെയാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്, 2020 വന്നത്, മലപ്പുറത്താണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത പോയിന്റ്, കരിമ്പുഴ വന്യജീവി സങ്കേതം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം എന്തെന്നും അറിയപ്പെടുന്നു? ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1950.
അപ്പോൾ പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് എന്ന് പ്രഖ്യാപിച്ചു 1950 പ്രഖ്യാപിച്ചു. പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 1978 പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് 1950 പ്രഖ്യാപിച്ചു. പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് 1978 എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഓക്കെ, അടുത്ത് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1982. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ, കോർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ പ്രധാന മേഖലയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1982. അടുത്ത് പെരിയാർ വന്യജീവി പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം എന്നാണ്? അത് 1992. നമ്മൾ മുമ്പും പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ പെരിയാർ വന്യജീവി പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതമാണ്? നമുക്കറിയാം, കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് 2020 എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അപ്പോൾ 227.97 ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2020 എന്ത് വന്നു? കരിമ്പുഴ വന്യജീവി സങ്കേതം വന്നു. അടുത്ത പോയിന്റ്, കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏത് ദേശീയോദ്യാനമാണ്? നമ്മുടെ മുക്കുറുത്തി ദേശീയോദ്യാനം. അപ്പോൾ 2 ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് ഇത് മുക്കുറുത്തി ദേശീയോദ്യാനം. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ദേശീയോദ്യാനമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. അതേപോലെ തന്നെ മുക്കുറുത്തി ദേശീയോദ്യാനം എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത്, കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ ഏതൊക്കെയാണ്? അമരമ്പലവും വടക്കേക്കോട്ടയും. അപ്പോൾ നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ ഏതൊക്കെയാണ്? അമരമ്പലവും അതേപോലെ തന്നെ വടക്കേക്കോട്ടയുമാണ്. അടുത്ത്, മുക്കുറുത്തി ദേശീയോദ്യാനം തെക്ക് സൈലന്റ് വാലി, വടക്ക് കിഴക്ക് എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പങ്കിടുന്നു. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ്, നമ്മുടെ ഈ ഒരു നമ്മുടെ ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട മാപ്പുകൾ നമ്മുടെ ഗൂഗിളിൽ കിട്ടും. ഞാനത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു മാപ്പ് എന്ത് ചെയ്യുക? എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ടത് മനസ്സിലാവും. അപ്പോൾ മുക്കുറുത്തി ദേശീയോദ്യാനം എന്ന് പറയുന്നത് തെക്ക്, സൈലന്റ് വാലി എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് എന്നിവ എന്താണ്? കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് എന്ത് ചെയ്യുന്നു? അതിർത്തി പങ്കിടുന്നു. അടുത്ത്, പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? നമുക്കറിയാം, തേക്കടി വന്യജീവി സങ്കേതമാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്ട? തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? തേക്കടി വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സെഞ്ചുറി അറിയാമല്ലോ? അറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത്, പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? അത് പീരുമേട് താലൂക്കാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? അത് പീരുമേട് താലൂക്കാണ്. അടുത്ത്, ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇത്രയും ഞാനെടുത്ത ടോപ്പിക്കിൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ത് ചെയ്യാം? ആ ഒരു പോയിന്റ് മാത്രം വെച്ച് എന്ത് ചെയ്യാം? നമുക്കൊരു ക്ലാസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എവിടെയാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ നിങ്ങൾ ശബരിമല പോവുകയാണെങ്കിൽ നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നത്? നിങ്ങൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നിങ്ങൾ എവിടെ പോകുന്നത്? അല്ലെങ്കിൽ ഉള്ളിലാണ് നമ്മുടെ ശബരിമലയിൽ നിങ്ങൾ പോകുന്നത്. ഓക്കെ, അടുത്ത്, 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനമെന്ന ബഹുമതി ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനമെന്ന ബഹുമതി ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? നമ്മുടെ കേരളത്തിലാണ്. അടുത്ത്, പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ. അപ്പോൾ നമ്മുടെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശമുണ്ടല്ലോ, അത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്?
ഇടുക്കിയിലും പത്തനംതിട്ട ജില്ലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളാണ്? ഇടുക്കിയും പത്തനംതിട്ട ജില്ലകളാണ്. അടുത്ത്, പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? അത് മംഗളാദേവി ക്ഷേത്രമാണ്. പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ക്ഷേത്രം തുറക്കുള്ളൂ. ഇതൊക്കെ ന്യൂസിലൊക്കെ വരുന്നതാണ്, അറിയാമല്ലോ. നമ്മുടെ കേരളവും തമിഴ്നാടുമായിട്ട് ചെറിയ തമിഴ്നാടിൻ്റെ കോവിലാണെന്ന് പറയുന്നു, കേരളത്തിൻ്റെ കോവിലാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ള ഒരു ക്ഷേത്രമാണെന്ന് നമ്മുടെ മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? അത് നമ്മുടെ മംഗളാദേവി ക്ഷേത്രമാണ്. അടുത്ത്, പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്ട? 925 ചതുരശ്ര കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെരിയാർ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത് നമ്മളെ ടോപ്പിക്ക് ഇതാണ്, മുത്തങ്ങ വന്യജീവി സങ്കേതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ ഉൾക്കൊള്ളിക്കാം. ഓക്കെ ആണല്ലോ, ഇത്രയും മതിയല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് അറിയിക്കുക. നിങ്ങളുടെ സജഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.